വീടിന്റെ നിർമ്മാണ ഘട്ടത്തിൽ ചെങ്കൽ ടൈൽസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചെലവ് ചുരുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമസ്കാരം, ഞാൻ ബിജി ശശിധരൻ, മാനേജിംഗ് ഡയറക്ടർ പ്രൈം സ്റ്റോൺ. നമ്മുടെ വീട് നിർമ്മിക്കുമ്പോൾ ചെങ്കൽ ടൈൽസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ചെലവ് ചുരുക്കാം, കൂടാണ്ട് എങ്ങനെ തുടർച്ചയായിട്ടുള്ള മെയിൻ്റനൻസ് ഒഴിവാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമുക്കിപ്പോൾ ചെങ്കൽ ടൈൽസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിപ്പോൾ കൺസ്ട്രക്ഷൻ ചെയ്യാൻ കൺസ്ട്രക്ഷൻ ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് ചെങ്കൽ ടൈൽസ് ഉപയോഗിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങളിൽ നമുക്ക് സിമൻറ്റ് ബ്ലോക്ക് ഉപയോഗിച്ച് കെട്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടിക വെച്ച് കെട്ടിയിട്ട്, അല്ലെങ്കിൽ ചെങ്കല്ല് ഉപയോഗിച്ച് കെട്ടിയിട്ട് അത് കറക്റ്റ് ലെവലായിരിക്കണം. കെട്ടുന്ന ഭിത്തി കറക്റ്റ് ലെവലാണെന്നുണ്ടെങ്കിൽ ആ പ്രതലത്തിൽ നമുക്ക് ചെങ്കൽ ടൈൽസ് ഒട്ടിക്കാൻ പറ്റുന്നതാണ്. ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ കറക്റ്റ് ലേയിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യണം. ചെയ്ത് നല്ല കല്ലും ഉപയോഗിക്കണം. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ലൈഫ് ലോങ് ചെയ്യുന്നതാണ്. കല്ലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രൈം സ്റ്റോണിൽ ഏറ്റവും നല്ല പ്രീമിയം ക്വാളിറ്റി കല്ലാണ് വരുന്നത്. ഇപ്പോൾ ഈ കല്ലിൻ്റെ നമുക്കിപ്പോൾ ഈ ഒരു സൗണ്ട് തന്നെ കേട്ടാൽ തന്നെ അറിയാം. ഏറ്റവും നല്ല ഹാർഡായിട്ടുള്ള ഏറ്റവും ടോപ്പ് ഏറ്റവും ഒന്ന് രണ്ട് ലെയർ ഒന്നോ സെക്കൻഡ് ലെയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 6th ലെയർ വരേക്കുള്ള കല്ല് മാത്രം ഉപയോഗിച്ചാണ് നമ്മളുടെ ക്ലാഡിംഗ് ടൈൽസ് തുടങ്ങിയിട്ടുള്ള ചെങ്കലിൻ്റെ ഉൽപ്പന്നങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് നമ്മളെ ഭിത്തിയിൽ അപ്ലൈ ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞ് വൺസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് അവിടെ ഇരിക്കുന്നതാണ്. പിന്നെ തുടർച്ചയായിട്ട് വരുന്ന മെയിൻ്റനൻസ് ഒഴിവാക്കാന്ന് പറഞ്ഞത്, ഇപ്പോൾ നമ്മളൊരു വീടിൻ്റെ കൺസ്ട്രക്ഷനിൽ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യണം. പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പുട്ടിയിടണം, പുട്ടിയിട്ട് പെയിൻ്റ് അടിക്കണം. പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 വർഷം 3 വർഷം കൂടുമ്പോൾ കാലാവസ്ഥയ്ക്ക് ഇങ്ങനെ മാറ്റങ്ങൾ വരുമ്പോൾ നമുക്കത് പെയിൻറ്റ് മാറിക്കൊണ്ടിരിക്കണം. പിന്നെ കാണുന്ന പെയിൻറ്റിനെ നമുക്ക് മനസ്സുകൊണ്ടൊരു ഇഷ്ടമില്ലായ്ക വരും. ഇതങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് മാറാൻ നമ്മൾ നിർബന്ധിതരാവുകയാണ്. അപ്പോൾ അത് ഈ ചെങ്കൽ ടൈൽസിൻ്റെ ഒരു പ്രത്യേകത, വൺസ് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതിനോടൊരു മടുപ്പ് വരുന്നില്ല. ഇതിപ്പോൾ എത്ര കണ്ടു കഴിഞ്ഞാലും നമുക്ക് മടുപ്പ് വരാത്ത കളറാണ് ചെങ്കൽ ടൈൽസിൻ്റെത്. കൂടാണ്ട് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ നിർമ്മാണങ്ങളിൽ ചെങ്കൽ ടൈൽസ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഇതിപ്പോൾ ചെങ്കൽ ടൈൽസ് ഉപയോഗിച്ച ഭിത്തിയിലിപ്പം നമുക്കിപ്പോൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ 10 പ്രാവശ്യം പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അതിൻ്റെ ഭംഗി കൂടുകയുള്ളൂ. നേരെ മറിച്ച് നമുക്കൊരു പെയിൻ്റ് അടിച്ച സ്ഥലത്ത് നമ്മൾ പോയി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ നമുക്ക് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഫെയ്ഡായിട്ട് വളരെ മോശപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെങ്കൽ ടൈൽസ് നമുക്ക് 100% നമുക്ക് സേഫാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നിങ്ങൾക്ക് തീർച്ചയായും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ചെങ്കൽ ടൈൽസ് മാത്രമല്ല, ചെങ്കലിന് നിരവധി പ്രൊഡക്ട്സ് വരുന്നുണ്ട്. ഇതേപോലെ തന്നെ ചെങ്കലിൻ്റെ ഫർണിച്ചറുകൾ നമുക്ക് നമ്മുടെ ഡൈനിങ് ഏരിയയിൽ തുടങ്ങിയിട്ട് നമ്മുടെ വീടിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ റിസോർട്ടിൻ്റെയോ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതേപോലെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിലും പ്രാവർത്തികമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെങ്കൽ ടൈൽസിൻ്റെ വിവിധ വലുപ്പത്തിലുള്ള ചെങ്കൽ ടൈൽസ് ഇന്നിപ്പോൾ പ്രൈം സ്റ്റോണിൽ ലഭ്യമാണ്. നമുക്കൊരു 12/6, 12/7, 15/9, 18/9, 21/9, 24/9 ഇത്രയും സൈസിൽ സ്റ്റാൻഡേർഡ് സൈസായിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ചെറിയ സൈസിലേക്ക് വരുവാണെങ്കിൽ 6/6, 7/7 ഉണ്ട്. കൂടാണ്ട് ചെങ്കലിന് നിരവധി ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ പ്രൈം സ്റ്റോണിൽ ലഭ്യമാണ്.